ഭൂമിയിലെ പോലെ തന്നെ ബഹിരാകാശവും മാലിന്യങ്ങൾ കൊണ്ട് നിറയുകയാണ്. കേൾക്കുമ്പോൾ ഒരു കൗതുക വാർത്ത എന്നതിനപ്പുറം വളരെയേറെ ഗൗരവമുള്ള ഒരു വിഷയമാണിത്. കാലാവധി കഴിഞ്ഞ ഉപഗ്രഹങ്ങളുടെ ഭാഗങ്ങൾ, ബഹിരാകാശത്ത് ഉപേക്ഷിക്കപ്പെട്ട വസ്തുക്കൾ, അങ്ങനെ ഉപയോഗശൂന്യമായ പതിനായിരക്കണക്കിന് വസ്തുക്കളാണ് വളരെ വലിയ വേഗതയിൽ ലോവർ ഓർബിറ്റുകളിൽ ഭൂമിയെ വലം വെച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു നിയന്ത്രണവുമില്ലാത്ത ഈ ബഹിരാകാശ മാലിന്യങ്ങൾ ഉണ്ടാക്കുന്ന ഭീഷണി വളരെ വലുതാണ്. ലോകരാജ്യങ്ങളെല്ലാം ഈ ഭീഷണിയെ വളരെ ഗൗരവത്തോടു കൂടിയാണ് കാണുന്നത്. ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം അതായാലോ, ബഹിരാകാശ മാലിന്യങ്ങൾ. നമസ്കാരം, സയൻസ് കോർണറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. വീഡിയോ ഷെയർ ചെയ്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക്, വിജ്ഞാന കുതുകുകളിലേക്ക് എത്തിക്കണം. ആ ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ കൃത്യസമയത്ത് ലഭിക്കുന്നു എന്നുറപ്പുവരുത്തുക. നാം ഇതാ വിഷയത്തിലേക്ക് വരുന്നു. 1957 സ്പുട്നിക് എന്ന ഫുട്ബോൾ വലിപ്പത്തിലുള്ള ഒരു ചെറിയ കൃത്രിമോപഗ്രഹം സോവിയറ്റ് യൂണിയൻ വിക്ഷേപിച്ചതോടെയാണ് ആധുനിക ബഹിരാകാശ യുഗം ആരംഭിക്കുന്നത്. തൊട്ടു പിന്നാലെ അമേരിക്കയും ഈ ബഹിരാകാശമെന്ന ആ കളിക്കളത്തിൽ അവരുടെ യുദ്ധം ആരംഭിച്ചു. പിന്നീടുള്ള പതിറ്റാണ്ടുകളിൽ അമേരിക്കയും സോവിയറ്റ് യൂണിയനും ആയിരക്കണക്കിന് ഉപഗ്രഹങ്ങളാണ് ബഹിരാകാശത്തേക്ക് വിക്ഷേപിച്ചത്. ചന്ദ്രനിലേക്കും ചൊവ്വയിലേക്കും ശുക്രനിലേക്കും വരെ ഉപഗ്രഹങ്ങൾ വിക്ഷേപിച്ചു. പിന്നീട് ഈ കളിക്കളത്തിലേക്ക് ചൈനയും യൂറോപ്യൻ യൂണിയനും ഭാരതവും എല്ലാം എത്തിച്ചേർന്നു. അങ്ങനെ ഈ കഴിഞ്ഞ 10-60 വർഷങ്ങളിലായി ഏതാണ്ട് 12,000-ലധികം ഉപഗ്രഹങ്ങളാണ് ബഹിരാകാശത്തേക്ക് വിക്ഷേപിച്ചത്. ബഹിരാകാശത്തേക്ക് വിക്ഷേപിക്കുന്ന ഉപഗ്രഹങ്ങൾക്ക് അതിനൊരു ലൈഫുണ്ട്, അതിനൊരു കാലാവധിയുണ്ട്. 5 വർഷം, 7 വർഷം, 10 വർഷം, 15 വർഷം എന്നൊക്കെയുള്ള കാലാവധി. ഉപഗ്രഹത്തെ ഭ്രമണപഥത്തിൽ സ്റ്റേബിളാക്കി നിർത്താൻ ആവശ്യമായ ത്രസ്റ്ററുകൾ പ്രവർത്തിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ചെറിയ റോക്കറ്റുകൾ, ആ റോക്കറ്റുകൾക്ക് ആവശ്യമായ ഇന്ധനം, അതിൽ കരുതിയിരിക്കുന്ന ബാറ്ററികൾ, ഇതൊക്കെയാണ് ഉപഗ്രഹങ്ങളുടെ പ്രധാന ഘടകങ്ങൾ. ആ ബാറ്ററികളിലെ ചാർജ് തീർന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വീണ്ടും റീചാർജ് ചെയ്യാൻ കഴിയുന്ന ആ ഒരവസ്ഥ കഴിഞ്ഞാൽ, അതേപോലെ ത്രസ്റ്റർ റോക്കറ്റുകൾക്ക് ആവശ്യമായ ഇന്ധനങ്ങൾ തീർന്നു കഴിഞ്ഞാൽ ആ ഉപഗ്രഹത്തിൻ്റെ കാലാവധി അവിടെ അവസാനിക്കും. ഉപഗ്രഹം പ്രവർത്തനരഹിതമാകും. അതിൻ്റെ മുകളിലുള്ള എല്ലാ നിയന്ത്രണങ്ങളും നഷ്ടപ്പെടും. അത് ഒരു ജഡവസ്തുവായി ആയിരക്കണക്കിന് വർഷങ്ങൾ ബഹിരാകാശത്ത് അങ്ങനെ ഒരനാഥ പ്രേതമായി ഒഴുകി നടക്കും. ഭൂമിയുടെ ഭ്രമണപഥത്തിലാണെങ്കിൽ അത് ഭൂമിയെ ചുറ്റിക്കൊണ്ടേയിരിക്കും. അതിൻ്റെ മുകളിൽ ഭൂമിയിൽ നിന്ന് ഒരു തരത്തിലുള്ള നിയന്ത്രണങ്ങളും ഉണ്ടാവില്ല. ഇങ്ങനെ വിക്ഷേപിച്ച ഏതാണ്ട് 10-15,000-ഓളം ഉപഗ്രഹങ്ങളിൽ ഇന്ന് പ്രവർത്തിക്കുന്നത് ഒരു 3,500-4,000 ഉപഗ്രഹങ്ങൾ മാത്രമാണ്. അതായത് ഇപ്പോൾ പ്രവർത്തനക്ഷമമായി ഭൂമിയുടെ ഭ്രമണപഥത്തിൽ ഇത്രയും ഉപഗ്രഹങ്ങളേ ഉള്ളൂ. അപ്പോൾ ഇതിനു മുമ്പ് വിക്ഷേപിച്ച കാലാവധി കഴിഞ്ഞ ഏതാണ്ട് 10-12,000-ഓളം ഉപഗ്രഹങ്ങൾ ബഹിരാകാശ മാലിന്യങ്ങളായി ബഹിരാകാശത്തങ്ങനെ ഒഴുകി നടക്കുന്നുണ്ട്. ഇവ മാത്രമല്ല ബഹിരാകാശ മാലിന്യങ്ങൾ എന്ന് പറയുന്നത്. മനുഷ്യൻ ധാരാളം പോയി വരുന്നുണ്ട്. 3 രാജ്യങ്ങൾ ധാരാളം മനുഷ്യരെ ബഹിരാകാശത്തേക്ക് അയക്കുന്നുണ്ട്. 450 കിലോമീറ്റർ മുകളിൽ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ സ്ഥിരമായി മനുഷ്യർ താമസിക്കുന്നുണ്ട്. അങ്ങനെ ആ മനുഷ്യർക്ക് ആവശ്യമായ സാധനങ്ങളൊക്കെ അവിടേക്ക് എത്തിക്കുന്നുണ്ട്. അവിടെ മാലിന്യങ്ങൾ ഉണ്ടാകുന്നുണ്ട്. സ്വാഭാവികമായി മനുഷ്യവാസമുള്ളിടത്ത് മാലിന്യങ്ങളും ഉണ്ടാകും. ആ മാലിന്യങ്ങളെല്ലാം ബഹിരാകാശത്ത് ഉപേക്ഷിക്കുകയാണ്. അങ്ങനെ ചെറിയ പൊടി മുതൽ പെയിൻറ്റിൻ്റെ കഷ്ണങ്ങൾ, നട്ടും ബോൾട്ടും അങ്ങനെയുള്ള സാധനങ്ങൾ മുതൽ പടുകൂറ്റൻ ഉപഗ്രഹങ്ങൾ വരെ ഈ മാലിന്യ കൂമ്പാരത്തിലുണ്ട്. അങ്ങനെയുള്ള മാലിന്യങ്ങളുടെ കണക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതുവരെ ഡിറ്റക്റ്റ് ചെയ്തത്, അതായത് ഒരു 5 മില്ലിമീറ്റർ മുകളിൽ സൈസുള്ള മാലിന്യങ്ങൾ ഇതുവരെ ഡിറ്റക്റ്റ് ചെയ്യപ്പെട്ടത് ഏതാണ്ട് 128 മില്യൺ വരും. ഇത്രയും മാലിന്യങ്ങൾ ഈ ബഹിരാകാശത്ത് ലോവർ ഓർബിറ്റിൽ 100 കിലോമീറ്റർ മുതൽ 500 കിലോമീറ്റർ വരെയുള്ള ആ പരിധിയിൽ ഭൂമിയെ ചുറ്റിക്കൊണ്ടേയിരിക്കുകയാണ്. സുഹൃത്തുക്കളെ, ഈ ലോവർ ഓർബിറ്റിൽ ഭൂമിയെ ചുറ്റുന്ന ഈ വസ്തുക്കളുടെ വേഗത എത്രത്തോളമാണെന്നറിയുമോ? മണിക്കൂറിൽ 25,000 മുതൽ 30,000 കിലോമീറ്റർ വരെയാണ് അവയുടെ വേഗത. ആ വേഗതയിലാണ് ഈ പാഴ്വസ്തുക്കൾ ഭൂമിയെ ഇങ്ങനെ ചുറ്റിക്കൊണ്ടേയിരിക്കുന്നത്. അവിടേക്ക് നാം ഒരു ഉപഗ്രഹം വിക്ഷേപിച്ചാൽ
ഇതിലേതെങ്കിലും ഒരു വസ്തു വന്നിടിച്ചാൽ അത് ചെതറിപ്പോകും. വർഷങ്ങൾക്ക് മുമ്പ് 1984 തോന്നുന്നു ഭാരതത്തിൻ്റെ ഒരു ഇൻസാറ്റ് സാറ്റലൈറ്റിന് സംഭവിച്ചത് അതാണ്. അത് അമേരിക്കയുടെ സ്പേസ് ഷട്ടിലാണ് അത് വിക്ഷേപിച്ചത്. ആ സ്പേസ് ഷട്ടിലിൽ നിന്ന് ഉപഗ്രഹത്തെ വേർപെടുത്തി അതിൻ്റെ ഭ്രമണപഥത്തിലേക്ക് പ്ലേസ് ചെയ്യുന്നതിനിടയിൽ എന്തോ ഒരു വസ്തു വന്നതിലിടിച്ചു. അതോടുകൂടി ആ ഉപഗ്രഹം ഉപയോഗശൂന്യമായി പോയി. എന്ത് വസ്തു ഏത് വേഗതയിൽ വന്നിടിക്കുന്നു എന്നതിനെ അടിസ്ഥാനമാക്കിയിരിക്കും ഇത്. 28,000-30,000 കിലോമീറ്റർ വേഗതയിൽ രണ്ട് വസ്തുക്കൾ പരസ്പരം ഇങ്ങനെ കൂട്ടിയിടിച്ചാലുള്ള അവസ്ഥ എന്തായിരിക്കും? അതെത്ര ചെറുതുമായിക്കൊള്ളട്ടെ. നമുക്കറിയാം, തിരുവനന്തപുരം എയർപോർട്ടിലെ ഏറ്റവും വലിയൊരു ഭീഷണിയാണ് പക്ഷികൾ. പക്ഷി ഇടിച്ച് വിമാനം കേടാവുക എന്ന് പറഞ്ഞാൽ ആലോചിച്ച് നോക്കുക. കഷ്ടിച്ച് 400-500 കിലോമീറ്റർ വേഗതയിൽ പറന്നുയർന്നുകൊണ്ടിരിക്കുന്ന ഒരു വിമാനത്തിൽ ഒരു പ്രാവോ ഒരു പരുന്തോ വന്നിടിച്ചാൽ ആ വിമാനം വലിയ കേടുപാടുകൾ അതിന് സംഭവിക്കും. അതിൻ്റെ എഞ്ചിനുള്ളിൽ കടന്നാൽ വലിയ കേടുപാടുകൾ സംഭവിക്കും. കാര്യം ആ വേഗത തന്നെയാണ് പ്രശ്നം. അപ്പോൾ 28,000 കിലോമീറ്റർ വേഗതയിൽ പോകുന്നൊരു വസ്തു വന്നിടിച്ചാലുള്ള അവസ്ഥ എന്തായിരിക്കും? 2016 അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ, അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ്, 2 ഫുട്ബോൾ കോർട്ടുകളുടെ വലിപ്പമുള്ള ആ ബഹിരാകാശ നിലയത്തിൻ്റെ ഒരു വിൻഡോയുടെ ഗ്ലാസ് പൊട്ടിയതെങ്ങനെയാണെന്നറിയുമോ? ഏതോ ഒരു ഉപഗ്രഹത്തിൻ്റെ എവിടെ നിന്നോ അവിടെ കറങ്ങി നടന്ന പെയിൻറ്റ് ഇളക്കുമ്പോഴുള്ള ചെറിയ കഷ്ണമുണ്ടല്ലോ, ചെറിയ പൊടി, നമുക്കറിയാമല്ലോ. ആ പെയിൻറ്റിൻ്റെ ഒരു കഷ്ണം വന്നിടിച്ച് അതിൻ്റെ കടുകട്ടിയായ ഒരു ഗ്ലാസ് പൊട്ടിപ്പോയി. ഒരു പെയിൻറ്റിൻ്റെ ഒരു ചെറിയ കഷ്ണത്തിന് ഇത്ര വലിയ ഡാമേജ് ഉണ്ടാക്കാൻ കഴിയുമെങ്കിൽ ഇത്തിരി വലിയ വസ്തുവാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയൊരു സിനിമയുണ്ട്, ഗ്രാവിറ്റി എന്ന് പറയുന്നൊരു സിനിമ. എല്ലാവരും കാണണം. നല്ല ഗംഭീരമായ ഒരു ഹോളിവുഡ് മൂവിയാണത്. തകർന്ന് ചിതറിപ്പോയ ഏതോ ഒരു ഉപഗ്രഹത്തിൻ്റെ ഭാഗങ്ങൾ വന്നിടിച്ച് സ്പേസ് ഷട്ടിൽ അമ്പാടെ തകർന്നു പോകുന്നതും അതിനുള്ളിലുള്ള എല്ലാവരും മരിക്കുന്നതും ഒരാൾ മാത്രം രക്ഷപ്പെടുന്നതും അവർ അതിസാഹസികമായി ആ ആസ്ട്രോനോട്ട് തിരിച്ചു ഭൂമിയിലെത്തുന്നതുമാണ് അതിൻ്റെ പ്രമേയം. അങ്ങനെ ഇതുവരെ സംഭവിച്ചിട്ടില്ല എങ്കിലും എപ്പോൾ വേണമെങ്കിൽ സംഭവിക്കാവുന്ന വലിയ ഒരു ദുരന്തമായിരിക്കുമത്. 1979 ഡൊണാൾഡ് കെസ്ലർ എന്ന് പറയുന്ന അമേരിക്കയുടെ നാസയുടെ ഒരു സയൻറ്റിസ്റ്റ് ഒരു വലിയ ദുരന്തം പ്രവചിച്ചിട്ടുണ്ട്. അതായത് ഒരു ബഹിരാകാശത്ത് ഇങ്ങനെ ഉപഗ്രഹങ്ങൾ നിറയുമ്പോൾ ഉപയോഗശൂന്യമായ വസ്തുക്കൾ ഒന്നൊന്നിനെ ഇടിച്ച് അവ മറ്റൊന്നിനെ അത് ചെതറിപ്പോകുമ്പോൾ ആ ചെതറിപ്പോകുന്ന കഷ്ണങ്ങൾ മറ്റു പലതിലും ഇടിച്ചിടിച്ചത് വലിയ ഒരു ചെയിൻ റിയാക്ഷൻ പോലെ വളർന്ന് വലിയ ഇങ്ങനെ കൂട്ടിയിടിക്കലുകളുടെ ഒരു പരമ്പര തന്നെ ഉണ്ടാകുന്ന സാധ്യത ഈ കെസ്ലർ പ്രവചിച്ചിരുന്നു. അതിന് കെസ്ലർ സിൻഡ്രോം എന്നാണ് പേരിട്ടിരിക്കുന്നതും. അതും എപ്പോൾ വേണമെങ്കിൽ സംഭവിക്കാൻ എന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. ഇങ്ങനെ ബഹിരാകാശ മാലിന്യങ്ങൾ നിറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കും? ഇപ്പോൾ തന്നെ അത് ബുദ്ധിമുട്ടായി തുടങ്ങിയിട്ടുണ്ട്. എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ഉപഗ്രഹ വിക്ഷേപണത്തിന് മുമ്പും ആ റൂട്ടിൽ വരാൻ സാധ്യതയുള്ള ആ റൂട്ടിൽ ട്രാക്ക് ചെയ്തിരിക്കുന്ന എല്ലാ മാലിന്യങ്ങളെയും നിരീക്ഷിച്ച് അത് എപ്പോൾ ഏത് സമയത്ത് ഏത് പൊസിഷനിലെത്തും എന്ന് കണക്കാക്കിയാണ് ഭൂമിയിൽ നിന്ന് ഓരോ ലോഞ്ചും നടക്കുന്നത്. 9 മില്ലിമീറ്ററും അതിനും മുകളിൽ വലിപ്പമുള്ള എല്ലാ മാലിന്യങ്ങളും ഇതുവരെ ട്രാക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നിരന്തരം ട്രാക്ക് ചെയ്ത് കൃത്യമായി പൊസിഷൻ മനസ്സിലാക്കി ആണ് ഓരോ ഉപഗ്രഹ വിക്ഷേപണവും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എത്ര വലിയ ജോലിയാണെന്ന് ആലോചിച്ച് നോക്കൂ. ഇതിങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. ഇനി കെസ്ലർ സിൻഡ്രോം പോലെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അവസ്ഥ നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. അതുപോലെ ബഹിരാകാശ മാലിന്യങ്ങൾ ഉണ്ടാകുന്ന മറ്റൊരു മാർഗമാണ് രാജ്യങ്ങൾ നടത്തുന്ന ചില പരീക്ഷണങ്ങൾ. ഭാരതവും നടത്തി അങ്ങനെ ഒരു പരീക്ഷണം. 2019 മാർച്ചിൽ ഒരു ഉപഗ്രഹവേധ മിസൈൽ ഇന്ത്യ പരീക്ഷിച്ചു. എങ്ങനെയാണ്? അവിടെ ഉപയോഗശൂന്യമായ ഒരു ഉപഗ്രഹത്തിനെ കൃത്യമായി ട്രാക്ക് ചെയ്ത് അതിലേക്ക് ഒരു മിസൈൽ വിക്ഷേപിച്ച് ആ ഉപഗ്രഹത്തിനെ തകർത്ത് കളഞ്ഞു. അങ്ങനെ ചാരോപഗ്രഹങ്ങളെ തകർക്കുന്ന പരീക്ഷണം. അത് ഇതിനു മുമ്പ് അമേരിക്കയും റഷ്യയും ചൈനയും മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഭാരതവും അത് ചെയ്തു. ചൈനയും അമേരിക്കയും ഒക്കെ ഒരുപാട് അങ്ങനെയുള്ള പരീക്ഷണങ്ങളാണ് നടത്തുന്നത്. ആ പരീക്ഷണത്തിൽ ആ ഒരു ഉപഗ്രഹം ചെതറിപ്പോകുന്നത് 10,000-കണക്കിന് കഷ്ണങ്ങളായിട്ടാണ്. അങ്ങനെ ഒരു ബഹിരാകാശ മാലിന്യം ഉണ്ടാക്കുന്നത്, ഒരൊറ്റ പരീക്ഷണം ഉണ്ടാക്കുന്നത് 10,000-കണക്കിന് ഡെബ്രിസിനെയാണ്, മാലിന്യങ്ങളെയാണ്. ഇതെല്ലാം വലിയ പ്രശ്നമായിരിക്കുകയാണ്. ഇതെങ്ങനെ നേരിടും
എന്നുള്ളതിനെപ്പറ്റിയാണ് ഇന്ന് ലോകരാജ്യങ്ങൾ ചിന്തിക്കുന്നത്. അതിനിപ്പോൾ നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്ന ഒരു മാർഗമുണ്ട്. കൂടുതൽ മാലിന്യങ്ങൾ ഉണ്ടാകാതെ നോക്കുക എന്നുള്ളതാണ് അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം. അതെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓരോ റോക്കറ്റ് വിക്ഷേപിക്കുമ്പോഴും ഓരോ ഉപഗ്രഹം വിക്ഷേപിക്കുമ്പോഴും ആ റോക്കറ്റിൻ്റെ അവസാന ഘട്ടം ബഹിരാകാശത്ത് ഉപേക്ഷിക്കുകയാണ് പതിവ്. അവ സ്പേസിൽ ഉപഗ്രഹത്തിനെ അതിൻ്റെ നിർദ്ദിഷ്ട ഭ്രമണപഥത്തിൽ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഘട്ടം കൊണ്ട് പ്രയോജനമില്ല. അതങ്ങനെ അവിടെ ഒഴുകി നടക്കും, ഉപയോഗമില്ലാതെ ഒഴുകി നടക്കും. അങ്ങനെ അനുവദിക്കാതെ ആ ഘട്ടത്തെ തിരിച്ചു ഭൂമിയിലേക്ക് ഭൗമാന്തരീക്ഷത്തിലേക്ക് പ്രവേശിപ്പിച്ച് അതിനെ കത്തിച്ച് കളയണം. എന്തൊരു വസ്തുവും ഭൗമാന്തരീക്ഷത്തിലേക്ക് പ്രവേശിച്ചാൽ അന്തരീക്ഷവുമായി ഉരഞ്ഞുണ്ടാകുന്ന ഘർഷണം മൂലമുള്ള ചൂട് കാരണം കത്തിപ്പോകും. അത് ഇന്ന് എല്ലാ രാജ്യങ്ങളും അംഗീകരിച്ചിട്ടുണ്ട്. അത് തുടങ്ങി വെച്ചത് ഇന്ത്യയാണ്. ഇപ്പോൾ കഴിഞ്ഞയാഴ്ച വിക്ഷേപിച്ച സ്പെയ്ഡെക്സ് പരീക്ഷണത്തിൻ്റെ 4ാം ഘട്ടത്തിന് പോയം എന്നാണ് പേരിട്ടിരിക്കുന്നത്. PSLV ഓർബിറ്റൽ എക്സ്പെരിമെൻ്റൽ മൊഡ്യൂൾ എന്നാണ് ഇട്ടിരിക്കുന്നത്. അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തായാലും അത് വെറുതെ കുറച്ച് സമയം അവിടെ കടന്ന് കറങ്ങും. അപ്പോൾ അതിനെക്കൊണ്ട് മറ്റ് ചില ജോലികൾ ചെയ്യിക്കാം. അതിൻ്റെ അകത്ത് ചില പരീക്ഷണങ്ങളുണ്ട്. അതിലൊരു പരീക്ഷണമാണ് ഇപ്പോൾ വിജയിച്ചത്. കാര്യം അതിൻ്റെ അകത്ത് കുറച്ച് പയർ വിത്തുകൾ അയച്ചിട്ടുണ്ടായിരുന്നു. അത് ബഹിരാകാശത്തെ ആ ഭാരമില്ലായ്മയിൽ അവയെ മുളപ്പിച്ചു. അത് ഒരു നേട്ടമാണ്. ഇനിയും കുറച്ചുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവയെ തിരിച്ച് ഭൗമാന്തരീക്ഷത്തിലേക്ക് പ്രവേശിപ്പിച്ച് അതിനെ കത്തിച്ചു കളയും. അങ്ങനെ റോക്കറ്റ് ഭാഗങ്ങൾ ഒരു കാരണവശാലും ബഹിരാകാശത്ത് ഉപേക്ഷിക്കരുത് എന്ന ഒരു ധാരണ എല്ലാ ഏജൻസികളും പരസ്പരം അംഗീകരിച്ചിട്ടുണ്ട്. അതുപോലെ കാലാവധി കഴിഞ്ഞ ഉപഗ്രഹങ്ങളെ ബഹിരാകാശത്ത് ഉപേക്ഷിച്ച് പോരാൻ പാടില്ല. അവയെ തിരിച്ചു ഭൗമാന്തരീക്ഷത്തിലേക്ക് പ്രവേശിപ്പിച്ച് എന്നേക്കുമായി അതിനെ നശിപ്പിച്ച് കളയണം എന്ന ധാരണയും ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെയായിരുന്നില്ല ഇതുവരെ. കാലാവധി കഴിഞ്ഞാൽ അത് അവിടെ കിടക്കും. അങ്ങനെയായിരുന്നു. അതിനിയും ഉണ്ടാകാൻ പാടില്ല എന്ന ഒരു ധാരണയും എത്തിയിട്ടുണ്ട്. അതും കൂടാതെ ഇപ്പോൾ ബഹിരാകാശത്തുള്ള മാലിന്യങ്ങളെ, ഉപയോഗശൂന്യമായ വസ്തുക്കളെയൊക്കെ ക്യാച്ച് ചെയ്ത് പിടിക്കുന്ന ഒരു പദ്ധതി നാസയും യൂറോപ്യൻ സ്പേസ് ഏജൻസിയും എല്ലാം തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ അതിനൊക്കെ ചെയ്യാവുന്നതിനൊരു പരിമിതിയുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ, വലിയ വസ്തുക്കളെ മാത്രമേ അങ്ങനെ പിടിക്കാൻ കഴിയുകയുള്ളൂ. ചെറിയ വസ്തുക്കളെയും പൊടികളെയും ഗ്യാസിൻ്റെ കഷ്ണങ്ങളെയും നെട്ടും ബോൾട്ടും ഇങ്ങനെയുള്ള സാധനങ്ങളെയൊന്നും ഒന്നും ചെയ്യാൻ കഴിയില്ല. അവ കറങ്ങി ഭൗമാന്തരീക്ഷത്തിലേക്ക് പ്രവേശിച്ച് കത്തിപ്പോകുന്നത് വരെ നാം കാത്തിരിക്കേണ്ടി വരും എന്ന ഒരവസ്ഥയാണ് ഇപ്പോഴുള്ളത്. അല്ലെങ്കിൽ അതുപോലെ ഇന്നൊവേറ്റീവായിട്ടുള്ള എന്തെങ്കിലും ഐഡിയ വന്നേ പറ്റൂ. കാരണം ഇപ്പോൾ തന്നെ ലോഞ്ചിൻ്റെ എണ്ണമൊക്കെ ഒരുപാട് കൂടിയിട്ടുണ്ട്. കഴിഞ്ഞ 2-3 വർഷങ്ങളിലായി സ്പേസ് എക്സ് അവരുടെ ഈ ഉപഗ്രഹ ഇൻ്റർനെറ്റ് നടപ്പാക്കാൻ വേണ്ടി ഏതാണ്ട് 5000-ഓളം ഉപഗ്രഹങ്ങൾ അവർ വിക്ഷേപിച്ചു. ടോട്ടൽ അവർ ഉദ്ദേശിക്കുന്നത് 15,000 ഉപഗ്രഹങ്ങളെ വിക്ഷേപിക്കാനാണ്. അതേപോലെ തന്നെ വൺവെബ് എന്ന് പറഞ്ഞ കമ്പനി, ആ വൺവെബ് കമ്പനിയും ആയിരക്കണക്കിന് ഉപഗ്രഹങ്ങളാണ് വിക്ഷേപിക്കുന്നത്. അതിൽ കുറേയധികം ഉപഗ്രഹങ്ങൾ വിക്ഷേപിച്ചത് നാമാണ്. നമ്മുടെ LVM-3യിലാണ് അവരുടെ ഏതാണ്ട് 100-ലധികം ഉപഗ്രഹങ്ങൾ വിക്ഷേപിച്ചത്. അങ്ങനെ ആയിരക്കണക്കിന് ഉപഗ്രഹങ്ങൾ അവരും വിക്ഷേപിക്കാൻ പോകുന്നുണ്ട്. അങ്ങനെ ബഹിരാകാശത്തേക്ക് ഇനിയുള്ള വർഷങ്ങളിൽ നടക്കാൻ പോകുന്നത് ഇത്രയും കാലം കൊണ്ട് നടന്ന വിക്ഷേപണങ്ങളുടെ അനേകമിരട്ടി ലോഞ്ചാണ് ഇനി അടുത്ത ഏതാനും വർഷങ്ങളിൽ നടക്കാൻ പോകുന്നത്. അപ്പോൾ ബഹിരാകാശത്തുണ്ടാകുന്ന മാലിന്യങ്ങളുടെ എണ്ണം പല മടങ്ങായി മാറും. അപ്പോൾ ഇപ്പോഴുള്ള മാലിന്യം നീക്കം ചെയ്യേണ്ടതും ബഹിരാകാശം തൂത്തു തുടച്ച് വൃത്തിയാക്കേണ്ടതും നാം ഓരോരുത്തരുടെയും ആവശ്യമാണ്. കാരണം ബഹിരാകാശം എന്നത് വളരെ ഒഴിച്ചുകൂടാനാവാത്ത ഒരു ഘടകമായി കഴിഞ്ഞു. ഏതെങ്കിലും ഒരു ഉപഗ്രഹം തകരാറിലായി കഴിഞ്ഞാൽ ഭൂമിയിലെ കമ്മ്യൂണിക്കേഷൻസ് പ്രശ്നമാകും, വ്യോമയാനം പ്രശ്നമാകും, എല്ലാം പ്രശ്നമാകും. അത്രമാത്രം പ്രാധാന്യം സ്പേസിന് നമ്മുടെ ഭൂമിയിലെ സാധാരണ ജീവിതത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ ബഹിരാകാശ മാലിന്യങ്ങൾ നീക്കം ചെയ്യേണ്ടത് ഭൂമിയിലെ നാം ഓരോരുത്തരുടെയും കൂടി ഉത്തരവാദിത്വമാണ്, അത്യാവശ്യവുമാണ്. അതിനുള്ള വലിയ പരിശ്രമത്തിലാണ് ഇന്ന് ലോകരാജ്യങ്ങൾ ഏർപ്പെട്ടിരിക്കുന്നത്. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൻ്റെ ആയുസ് കഴിയാറായി. 2030 അതിൻ്റെ ആയുസ് കഴിയും. അവിടെ അത് പഴയ പോലെ ഉപേക്ഷിക്കപ്പെടുകയല്ല ചെയ്യുന്നത്. അത് തിരിച്ചു കൊണ്ടുവന്ന് ഭൗമാന്തരീക്ഷത്തിലേക്ക് പ്രവേശിപ്പിച്ച് കത്തിച്ച് കളയാനുള്ള ആ കോൺട്രാക്റ്റ് സ്പേസ് എക്സിന് നൽകിക്കഴിഞ്ഞു. അവർ 2-3 വർഷം കൊണ്ടത് ചെയ്യും. 2030 മുതലുള്ള 2-3 വർഷം കൊണ്ടത് ചെയ്യും. അങ്ങനെ
ലോകരാജ്യങ്ങളും സ്പേസ് ഏജൻസികളും കൂടുതൽ ഉത്തരവാദിത്വ ബോധത്തോടുകൂടി ഇതിനെപ്പറ്റി ചിന്തിക്കുന്നുണ്ട്, അതിനുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ടുണ്ട് എന്നത് ഒരു വലിയ ശുഭസൂചനയാണ്. എന്തായാലും ബഹിരാകാശ മാലിന്യങ്ങൾ എന്നത് ബഹിരാകാശ ഗവേഷണത്തിനും ഭൂമിയിലെ നമ്മുടെയൊക്കെ നിലനിൽപ്പിനും തന്നെ വലിയൊരു ഭീഷണിയാണ്. അത് നാം ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ടതും ആവശ്യമാണ്. വീഡിയോ കണ്ട എല്ലാ സുഹൃത്തുക്കൾക്കും ഒരുപാട് നന്ദി. മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം.